നമസ്കാരം. തമിഴകത്ത് വലിയ ഒരു ചരിത്രം സൃഷ്ടിച്ച യാത്രയായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ എൻ മണ്ണ് എൻ മക്കൾ എന്ന യാത്ര. അത് വെറും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നില്ല. മറിച്ച് ബി.ജെ.പി. എന്ന ദേശീയ പാർട്ടിക്ക് ദ്രാവിഡ പാർട്ടികൾ മാത്രം വാഴുന്ന തമിഴകത്ത് ഒരു വേരുറപ്പിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം, ഒരു രാഷ്ട്രീയ യാത്ര അനിവാര്യത തന്നെയായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വലിയ ദൗത്യം ഏറ്റെടുത്തത്. നിലവിൽ എൻ മണ്ണ് എൻ മക്കൾ എന്ന യാത്രയെക്കുറിച്ച് അണ്ണാമലൈ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. വെറും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ മാത്രമല്ല, മറിച്ച് തന്നെ കൂടുതൽ മികച്ച അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകാൻ ഈ യാത്ര സഹായിച്ചു എന്നാണ് അണ്ണാമലൈ പറയുന്നത്. കൂടുതൽ ആളുകളെ അടുത്ത് കാണുവാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും തനിക്ക് സാധിച്ചു. ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അത് ജനങ്ങളുടെ പക്കൽ തന്നെയുണ്ട്. നമ്മൾ അതൊന്ന് കേൾക്കാൻ മാത്രം തയ്യാറായാൽ മതി എന്നാണ് അണ്ണാമലൈ പറയുന്നത്. IAS നേടി ആഡംബരപൂർണമായ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിൽ ഇരുന്നത് കൊണ്ട് മാത്രമായില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ജനങ്ങളുടെ പക്കൽ തന്നെ പരിഹാരമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിർഭാഗ്യവശാൽ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. വലിയ സ്റ്റേജിലേക്ക് പോകുന്നു, വലിയ ടേബിളിന് മുന്നിലിരിക്കുന്നു, ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരക്കുന്നു, നിങ്ങൾ മൈക്കിലൂടെ സംസാരിക്കുന്നു, കൈവീശി കാണിക്കുന്നു, തിരിച്ചു വരുന്നു. ഇത് മാത്രമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്നുകൂടി അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷവും താൻ ഇനിയും രാഷ്ട്രീയ യാത്രകൾ, ഇത്തരത്തിലുള്ള യാത്രകൾ തുടരും എന്ന സൂചന കൂടി അണ്ണാമലൈ നൽകുന്നുണ്ട്. അടുത്ത യാത്ര ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു. എൻ മണ്ണ് എൻ മക്കൾ യാത്രയിലൂടെ ഗ്രാമങ്ങളിൽ അധിക സമയം ചിലവഴിക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്രയുടെ രണ്ടാം ഭാഗത്തിൽ ഒരു ഗ്രാമത്തിൽ 24 മണിക്കൂറെങ്കിലും കുറഞ്ഞത് താൻ ചെലവഴിക്കുമെന്ന് കൂടി അണ്ണാമലൈ പറയുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ CPM-നേക്കാൾ മികച്ച കേഡർ സംവിധാനം DMK-ക്ക് ഒരു കാലത്ത് തമിഴകത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത് പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിടവിലേക്കാണ് അണ്ണാമലൈ സാധ്യതകൾ കണ്ടുകൊണ്ട് കടന്നു കയറാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഗ്രാമങ്ങളിലേക്കുള്ള യാത്രകൾ അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ക്ഷീണവുമില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടായില്ല എങ്കിൽ പോലും താൻ ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെ മികച്ച ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുക പാർട്ടിക്ക് എന്ന വലിയ ലക്ഷ്യം അണ്ണാമലയ്ക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ചും AIADMK-യുടെ തണലായി മാത്രം ഇത്രയും കാലം തമിഴകത്തുണ്ടായിരുന്ന ബി.ജെ.പി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒറ്റയ്ക്ക് മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ജനം എന്താണോ വിധിക്കുന്നത് ആ വിധി നിർണയത്തിന് ശേഷവും ബി.ജെ.പി. അവരുടെ പ്രവർത്തനം തുടരും ഇതേ ശക്തിയോടുകൂടി എന്ന കൃത്യമായ സൂചനയാണ് അണ്ണാമലയുടെ പക്കൽ നിന്നും എത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.